മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ സീമന്തിനി ആണെങ്കിൽ ഈ മേഘനാഥനെ ജാമ്യത്തിൽ ഇറക്കാൻ പറഞ്ഞ് കണ്ണൻ്റെ അടുത്ത് വന്നിട്ട് കണ്ണന് അതിന് സാധിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവർ ഒരുപാട് പ്രാഗിയിട്ടൊക്കെയാണ് പോകുന്നത്. ആ സമയം ദുർഗയെ വന്നിട്ട് പറയുന്നുണ്ട് ഇവള് വന്നതോടുകൂടി എല്ലാ ബന്ധങ്ങളും ഇല്ലാതായിന്ന്. ആ സമയത്ത് കണ്ണനാണെങ്കിൽ ദുർഗയുടെ വായടപ്പിക്കുന്ന മറുപടി തന്നെ കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെയും സ്നേഹം എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ ഞാൻ ഇത്രയും കാലം ഈ വീൽ ചെയറിൽ തന്നെ ഇരുന്നു പോയത്. എന്തായാലും എല്ലാവരും ഉത്സാഹിച്ച് പ്രാർത്ഥിക്കുകയും ഞങ്ങളെ ക്ഷമിക്കുകയും ചെയ്യുക, ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് കാണാമല്ലോ എന്ന്. അങ്ങനെ നമ്മളുടെ ദുർഗയാണെങ്കിൽ കലിതുള്ളി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വാമദേവനെയാണ്. വാമദേവൻ നമ്മളുടെ സീമന്തിനിനെയും പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് സീമന്തിനി അങ്ങോട്ട് വന്നതും എന്താ ഈ സീമന്തിനി കണ്ണൻ സമ്മതിച്ചോ എന്ന് ചോദിക്കുമ്പം ഇല്ല മാമേട്ട, അവൻ ഒട്ടും അടുക്കണ പോലുമില്ല, അവളും അതെ, മേഘൻ ജയിലിൽ കിടക്കട്ടെ എന്ന് തന്നെ അവർ രണ്ടുപേരും പറയണേ. എന്തായാലും മഞ്ജുവിൻ്റെ ജീവിതം തകർത്തില്ലേ, ഇനി അവൻ ജയിലിൽ കിടക്കണേ നല്ലതെന്നൊക്കെ പറഞ്ഞ് അവളും അവനും എന്നെ ഒരുപാട് അപമാനിച്ചു എന്ന്. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നീ പോവണ്ടാന്ന്, അപ്പോൾ നിനക്കല്ലായിരുന്നോ നിർബന്ധം, കണ്ണൻ വിചാരിച്ചാലേ മേഘനെ പുറത്തിറക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞ്. ആ സമയത്ത് സീമന്തിനി പറയുന്നുണ്ട് കാര്യം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഞാൻ അവിടെ വെച്ച് കണ്ണനെയും മഹാലക്ഷ്മിനെയും ഒരുപാട് മോശക്കാരാക്കിയെങ്കിലും ശരിക്കും മേഘൻ്റെ കയ്യിൽ തന്നെയാണ് തെറ്റ്. മേഘം മാത്രമല്ല നിങ്ങളും തെറ്റുകാരൻ തന്നെയാണ്. ഇപ്പം തന്നെ കരുണയുടെ കുഞ്ഞു പോവാൻ കാരണം എന്താ, കണ്ണനെയും മഹാലക്ഷ്മിയെയും പായസത്തിൽ വിഷം കലർത്തി കൊല്ലാൻ നോക്കിയ കരുണയ്ക്ക് തിരിച്ചടി കിട്ടിയതല്ലേ അവളുടെ കുഞ്ഞു പോയത്, നിങ്ങൾക്കും കിട്ടി തിരിച്ചടി. ഇനി തിരിച്ചടി കിട്ടാൻ പോകുന്നത് പ്രതാപനും ഉണ്ണിക്കും അതുപോലെ ദുർഗയ്ക്കൊക്കെയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും കണ്ണനെയും മഹാലക്ഷ്മിയെയും ഉപദ്രവിക്കാൻ നടക്കാതെ നിങ്ങളുടെ കാര്യം നോക്കി നടക്കണതാ അച്ഛനും മോനും നല്ലത്. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് നീ പറയുന്നതൊക്കെ ശരിയാ സീമന്തിനി, പക്ഷേ എങ്ങനെയെങ്കിലും നമുക്ക് മേഘനെ പുറത്തിറക്കണ്ടേ, അതിന് നിങ്ങളൊരു പണി ചെയ്യ്, ആ പ്രതാപനെ വിളിച്ച് വിവരം പറയാന്ന്. അങ്ങനെ വാമദേവൻ പ്രതാപനെ വിളിക്കുന്നുണ്ട്. പ്രതാപനെ വിളിക്കുമ്പം പ്രതാപൻ പറയുന്നുണ്ട് എന്തായാലും മേഘന് ജാമ്യം കിട്ടൂലാത്ത രീതിയിലാണ് കുടുക്കിയേക്കണേ, കഞ്ചാവിൻ്റെ അളവ് കൂടുതലുള്ളതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യം കിട്ടൂല. ഇനിയിപ്പോൾ കോടതിയിൽ പോയാലും മേഘന് ജാമ്യം കിട്ടൂല, കോടതി എന്തായാലും മേഘനെ റിമാൻഡ് ചെയ്യുന്നു. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് കണ്ണൻ വിചാരിച്ചിരുന്നെങ്കിൽ ജാമ്യം കിട്ടിയെന്ന് പറയുമ്പം അതിന് മഹാലക്ഷ്മി ഒരിക്കലും സമ്മതിക്കില്ല. അത് വിചാരിച്ച് വാമേട്ടനോട്ട് ഇരിക്കുകയും വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം. അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് പ്രതാപൻ്റെ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. അമ്മ വരുന്ന കണ്ടതും പ്രതാപൻ ഞാൻ പിന്നെ വിളിക്കാം മാമേട്ടാന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞതും ഈ പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് അതാരാ അറിഞ്ഞൂടാ, ആ വാമദേവനെ അറിഞ്ഞോന്ന് ചോദിക്കുമ്പോൾ ആ വാമേട്ടൻ തന്നെയാണ്. ഇപ്പോൾ അയാൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം മേഘനെ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കണം എന്നാണ് പറയണേ, അതിന് ഞാൻ ആരെങ്കിലും ഏർപ്പാട് ചെയ്ത് കൊടുക്കണം. അതെന്നതിനാടാ നീ ഏർപ്പാട് ചെയ്ത് കൊടുക്കണേ, അയാൾക്ക് ആരെങ്കിലും ഏർപ്പാട് ചെയ്യാൻ പാടില്ലേ എന്ന് ചോദിക്കുമ്പം അതിന് വാമേട്ടൻ ഇപ്പോൾ വീൽ ചെയറിൽ ഇരിക്കുകയല്ലേ, ഉണ്ണിയോട് പറഞ്ഞിട്ട് ഉണ്ണിക്ക് അതിനുള്ള കഴിവൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണ് വാമേട്ടൻ എന്നോട് പറഞ്ഞത്. പക്ഷേ ജാമ്യത്തിൽ ഇറങ്ങാൻ വക്കീലിനെ ഏർപ്പാട് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല, മേഘന് ജാമ്യം കിട്ടൂല, ആ രീതിയിലാണ് മേഘനെ അവർ പൂട്ടിയേക്കണേ. എന്തായാലും കോടതി മേഘനെ റിമാൻഡ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് അതിന് നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കണേ, അവൻ കുറച്ച് ദിവസം ജയിലിൽ കിടക്കട്ടേടാ, അല്ലെങ്കിലും അവൻ അത്ര നല്ലവനൊന്നും അല്ലല്ലോ, ഒരു മുറപ്പെണ്ണ് ഉണ്ടായിട്ട് പോലും അവൻ മറ്റൊരുത്തിക്ക് ഒരു കുഞ്ഞിനെ സമ്മാനിച്ചില്ലേ, അങ്ങനെയുള്ള ഒരുത്തനെ അധികം വിശ്വസിക്കാനൊന്നും പോകണ്ട. അതുമാത്രമല്ല ഇപ്പോൾ അവൻ കമലേശ്വരത്തെ സ്വത്ത് മോഹിച്ചാണ് നടക്കുന്നത്. മഞ്ജു അവൻ്റെ ഭാര്യയായിരുന്നെങ്കിൽ സ്വത്ത് മോഹിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടായിരുന്നു. ഇപ്പോൾ മഞ്ജു ആണെങ്കിൽ അവനെ ഉപേക്ഷിച്ച് പോയി, എന്നിട്ടും അവളെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവന്ന് കണ്ണൻ്റെ സ്വത്തുക്കൾ അടിച്ചു മാറ്റണം എന്നുള്ള ചിന്തയിലാണ് അവൻ നിൽക്കണേ. ഇനിയിപ്പോൾ അവൻ കമലേശ്വരത്തെ സ്വത്തൊന്നും ആഗ്രഹിക്കേണ്ട കാര്യമില്ല, ആ സ്വത്തുക്കൾ മൊത്തം ഉണ്ണിക്കും കരുണമോൾക്കും അനുഭവിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നീ അവനെ സഹായിക്കാനൊന്നും പോകണ്ട, അവൻ ആ ജയിലിൽ തന്നെ കിടക്കട്ടെ എന്ന്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട് ഇപ്പം മേഘൻ ജയിലിൽ കിടന്നാലും എങ്ങനെയായാലും കണ്ണൻ്റെ സ്വത്തുക്കൾ ഉണ്ണിക്കും കരുണമോൾക്കും കിട്ടണമെങ്കിൽ ആ കണ്ണനും മഹാലക്ഷ്മി ഇല്ലാണ്ടാവണ്ടേ അമ്മേന്ന്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് വേണം പ്രതാപ, അവർ രണ്ടുപേരും ഇല്ലാണ്ടാവണം, എന്നാലേ നമ്മളുടെ കുഞ്ഞിൻ്റെ മുഖത്തൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ കുഞ്ഞിൻ്റെ മുഖത്ത് സന്തോഷം ഉണ്ടാക്കാനുള്ള മാർഗ്ഗം എന്താണെന്നാ, അല്ലാതെ ഇനി കണ്ണനെയും മഹാലക്ഷ്മിയെയും വെറുതെ വിട്ടിട്ട് കാര്യമില്ലായിരുന്നു. ആ സമയം പ്രതാപൻ പറയുന്നുണ്ട് അതിന് നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം അമ്മയെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മി ആണെങ്കിൽ മഞ്ജു നിൽക്കുന്ന ആ ഒരു ടെക്സ്റ്റൈൽസിലേക്ക് ചെല്ലുന്നുണ്ട്. ടെക്സ്റ്റൈൽസിലേക്ക് ചെല്ലുമ്പം മഞ്ജു അവിടെ തുണിയൊക്കെ മടക്കി വെക്കണതാണ് മഹാലക്ഷ്മി കാണുന്നത്. അത് കണ്ടതും മഹാലക്ഷ്മിക്ക് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്.
മഹാലക്ഷ്മി നേരെ മഞ്ജുവിൻ്റെ അടുത്ത് നിന്നിട്ട് മഞ്ജു എന്നും പറഞ്ഞ് വിളിക്കുമ്പം മഹാലക്ഷ്മിയുടെ സൗണ്ട് കേട്ടതും ഏടത്തിയാലോ എന്ന് വിചാരിച്ച് മഞ്ജു വേഗം തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആ സമയത്ത് മഹാലക്ഷ്മി അടുത്തേക്ക് ചെന്നിട്ട് എന്തൊക്കെയുണ്ട് മഞ്ജു വിശേഷം, നിനക്ക് ഇവിടുത്തെ ജോലിയൊക്കെ ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല ഏടത്തി, ഞങ്ങൾക്ക് ജീവിച്ചു പോകാനുള്ള വരുമാനമൊക്കെ ഇവിടുന്ന് കിട്ടും, ഇനിയിപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇനിയിപ്പോൾ ആ മേഘനാഥം വന്നാലും എൻ്റെ ജോലി പോകുമൊന്നുമില്ല. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് മേഘൻ്റെ ശല്യം നിനക്ക് ഉണ്ടാവില്ല, അവൻ എന്തായാലും ജയിലിൽ പോവും, അതോർത്ത് നീ വിഷമിക്കണ്ടെന്ന് പറയുമ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട് കണ്ണേട്ടൻ എന്നാ എടുത്തി വിശേഷം, കണ്ണേട്ടന് എഴുന്നേറ്റ് നടക്കാനായോ എന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടൻ അധികം വൈകാതെ എഴുന്നേറ്റ് നടക്കുന്ന ഞങ്ങളുടെ പ്രതീക്ഷ, പക്ഷെ ഒന്നും പറയാറായിട്ടില്ല, എന്തായാലും കണ്ണേട്ടൻ മലയ്ക്ക് പോയിട്ട് വരട്ടെ എന്ന്. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് ഞാൻ കണ്ണേട്ടനും ഏടത്തിക്കും വേണ്ടി എന്നും പ്രാർത്ഥിക്കാറുണ്ട്, പണ്ട് എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, എൻ്റെ കണ്ണേട്ടൻ എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്, എന്നിട്ട് ഞാൻ കണ്ണേട്ടനെ ഉപദ്രവിക്കാൻ മറ്റുള്ളവർക്കൊപ്പം നിന്നു, അതിലെനിക്കിപ്പോൾ നല്ല കുറ്റബോധം ഏടത്തി, അതൊന്നും ഏടത്തി മനസ്സിൽ വയ്ക്കരുത് കേട്ടോ എന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് മഞ്ജു പറയണേ, ഞാൻ അതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല, ഇപ്പോഴും കണ്ണേട്ടന് നിന്നെ വലിയ സ്നേഹ, അതുകൊണ്ട് തന്നെയാണ് കണ്ണേട്ടൻ എന്നെ ഇപ്പം ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന്. ആ സമയം മഞ്ജു ചോദിക്കുന്നുണ്ട് ഏടത്തി എന്താ ഈ പറയണേന്ന് ചോദിക്കുമ്പം ഞാൻ നിന്നോടൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയാണ് വന്നത്, ഞാനും കണ്ണേട്ടനും കൂടി നിൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്ത് തീരുമാനം എടുത്തിന്ന് ചോദിക്കുമ്പം വേറൊന്നുമല്ല, ഫിനാൻസിൽ നിനക്ക് അക്കൗണ്ടിങ് സെക്ഷനിൽ ഒരു ജോലി തരാൻ കണ്ണേട്ടനും ഞാനും തീരുമാനിച്ചിട്ടുണ്ടെന്ന്. അത് കേട്ടതും മഞ്ജുവിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. മഞ്ജു ചോദിക്കുന്നുണ്ട് നേരാണോ എടുത്തി, കണ്ണേട്ടൻ എന്നോട് ദേഷ്യമൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പം അല്ലെങ്കിലും നിന്നോട് കണ്ണേട്ടന് ഒരിക്കലും ദേഷ്യമൊന്നും ഇല്ലായിരുന്നു, പിന്നെ നീ ആ സാഹറിനെ കല്യാണം കഴിച്ചതിൽ ഞങ്ങൾക്ക് നിന്നോട് ഇഷ്ടക്കുറവുണ്ടായുള്ളൂ, എന്തായാലും ആ മേഘന വേണ്ടെന്ന് വെച്ചപ്പം നിനക്ക് കണ്ണേട്ടൻ്റെ അടുത്തേക്ക് വരായിരുന്നു, അതിന് പകരം നീ തിരഞ്ഞെടുത്ത ആളെ ഞങ്ങൾക്ക് ഇഷ്ടമായില്ല, അതുകൊണ്ടാണ് മഞ്ജുന്ന്. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് എന്തായാലും ഏടത്തേക്കും ഏട്ടനും എനിക്കൊരു ജോലി തരാനുള്ള മനസ്സുണ്ടായല്ലോ, അത് തന്നെ വലിയ കാര്യം, എന്തായാലും ഞാൻ തൽക്കാലം ആ ജോലി സ്വീകരിക്കുന്നില്ല ഏടത്തി, അത് ഏടത്തിയോടോ ഏട്ടനോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല, പിന്നെ എന്താ മഞ്ജു പ്രശ്നം, ആ ജോലിയിൽ വരികയാണെങ്കിൽ നിനക്ക് മറ്റുള്ളവരുടെ കീഴിൽ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, സ്വന്തം ഏട്ടൻ്റെ സ്ഥാപനത്തിലല്ലേ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് ഞാനും സാഹറേട്ടനും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങളൊരു തീരുമാനം എടുത്തിരുന്നു, ആരുടെയും ഔദാര്യമില്ലാതെ സ്വന്തം അധ്വാനത്തിൽ ഞങ്ങൾ ജീവിക്കുന്നു, അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ ജോലി തന്നെ ചെയ്തോളാം എടുത്തിരുന്നു. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് നിനക്ക് ഞങ്ങളോട് ദേഷ്യമാണോ മഞ്ജു എന്ന് ചോദിക്കുമ്പം ദേഷ്യം കൊണ്ടൊന്നും അല്ല എടുത്തി എന്നെ മനസ്സിലാക്കുക, നിങ്ങളോട് എനിക്ക് ഒട്ടും ദേഷ്യമില്ല, എനിക്ക് നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എടുത്തി എന്നോട് ദേഷ്യമൊന്നും വിചാരിക്കരുത്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് കുഴപ്പമില്ല മഞ്ജു, ഇനി എപ്പോഴെങ്കിലും നിനക്ക് ഞങ്ങളുടെ അടുത്തൊരു ജോലി വേണമെന്ന് തോന്നുകയാണെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് കേട്ടോ, നീ എപ്പോൾ വന്നാലും നിനക്കൊരു ജോലി അവിടെ ഉണ്ടാവുമെന്ന്. ആ സമയത്ത് ശരി അടുത്തിന്നും പറഞ്ഞുകൊണ്ട് മഞ്ജു അവിടെ നിൽക്കുമ്പോൾ മഹാലക്ഷ്മി എന്നാൽ ഞാൻ പോവാം മഞ്ജു എന്നും പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണേനെയും ദുർഗേനെയാണ്. കരുണയാണെങ്കിൽ ദുർഗയോട് പറയുന്നുണ്ട് ഇനി അവളെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല അമ്മേ, എത്രയും പെട്ടെന്ന് അവളെയും അയാളെയും തമ്മിൽ പിരിക്കണം, അതിന് എന്ത് ചെയ്യണമെങ്കിലും ഞാൻ ചെയ്യുമെന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട് മോള് പറയും പോലെ എന്താണെങ്കിലും ഞാൻ ചെയ്തോളാം, അവനെയും അവളെയും ഇനി ഇവിടെ അധികകാലം ഞാൻ വെച്ച് വാഴിപ്പിക്കില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ അമ്മ എത്രയും പെട്ടെന്ന് പൂജാമുറിയിലിരിക്കുന്ന ഒരു അയ്യപ്പ വിഗ്രഹം എടുത്ത് വെളിയിൽ കളയണമെന്ന്. ആ സമയം ദുർഗ പറയുന്നുണ്ട് അത് വേണോ മോളെ, ഇതിനു മുമ്പ് ഒരിക്കൽ നമ്മൾ ആ അയ്യപ്പ വിഗ്രഹം കൊണ്ടുപോയി കളഞ്ഞതല്ലേ, എന്നിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ ആ വിഗ്രഹം പൂജാമുറിയിൽ തന്നെ ഉണ്ടായിരുന്നു, അത് മാത്രമല്ല കഴിഞ്ഞൊരു ദിവസം ഞാൻ അയ്യപ്പ വിഗ്രഹം എടുത്ത് കളയാൻ വേണ്ടി ചെന്നപ്പം എന്തൊക്കെയോ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടായി, ഞാൻ പേടിച്ച് പുറത്തേക്ക് ഇറങ്ങി ഓടുമായിരുന്നു, അതുകൊണ്ട് അതിൽ തൊടാൻ എനിക്ക് പേടിയാ മോളേന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട് അമ്മയ്ക്ക് ഇതിലൊക്കെ വിശ്വാസമുണ്ടോ, എന്തായാലും ആ വിഗ്രഹം ഇവിടെ ഉള്ളിടത്തോളം കാലം കണ്ണനെയും മഹാലക്ഷ്മിയെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവൾ നമ്മളെ തോൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന്. ആ സമയം ദുർഗ പറയുന്നുണ്ട് മോൾക്ക് അങ്ങനെ നിർബന്ധമാണെങ്കിൽ ഞാൻ തന്നെ ആ വിഗ്രഹം എടുത്ത് പുറത്തുവിടുന്ന് കളയാമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥനെയാണ്. മേഘനാഥനാണെങ്കിൽ ലോക്കപ്പിലിരുന്ന് ആകെ ദേഷ്യം കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പോലീസുകാർ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താടാ മേഘ, നിന്നെ ജാമ്യത്തിലിറക്കാൻ ഒരു വക്കീലും ഇങ്ങോട്ട് വന്ന് കണ്ടില്ലല്ലോ, നിനക്ക് സ്വന്തക്കാരും ബന്ധക്കാരും ഒന്നും ഇല്ലേന്ന് ചോദിക്കുന്നു. ആ സമയം മേഘൻ കലി കൊണ്ട് വിറയ്ക്കുന്നുണ്ടെങ്കിലും മേഘനക്ക് മറുപടി പറയാനൊന്നുമില്ല, കാരണം മേഘനെ ജാമ്യത്തിലിറക്കാനായിട്ട് വക്കീലിനെയും കൊണ്ട് ആരും വന്നിട്ടുമില്ല, ഉണ്ണിയെ വിളിച്ച് പറഞ്ഞിട്ട് ഉണ്ണി അതിന് ഒരു പ്രതിവിധിയും ചെയ്തിട്ടുമില്ല. അപ്പോൾ തന്നെ മേഘന് മനസ്സിലാവുന്നുണ്ട് ഇനി ജാമ്യത്തിലിറക്കാൻ വക്കീലൊന്നും വരില്ല, തൻ്റെ ജീവിതം ജയിലിൽ തന്നെ തീരുള്ളൂ എന്ന്. പിന്നീട് കാണിക്കുന്നത് രാത്രി ആയതും നമ്മളുടെ കരുണയും ദുർഗയും കൂടി പൂജാമുറിയിലോട്ട് പോകുന്നുണ്ട്. പൂജാമുറി കയറിയതും കരുണ ദുർഗയോട് പറയുന്നുണ്ട് അമ്മ ആ വിഗ്രഹം ഇങ്ങോട്ട് എടുക്കുക, അമ്മ ഇങ്ങോട്ട് എടുത്തതാ, ഞാനും ഉണ്ണിയേട്ടനും കൊണ്ടുപോയി അത് കളഞ്ഞിട്ട് വരാമെന്ന്. അങ്ങനെ ദുർഗ പേടിച്ചാണെങ്കിലും ആ വിഗ്രഹം എടുക്കുന്നുണ്ട്. വിഗ്രഹം എടുത്തിട്ട് നമ്മളുടെ കരുണയുടെ കൈ കൊടുത്തതും കരുണ ഉണ്ണീനെയും കൂട്ടിക്കൊണ്ട് കാറിൽ കയറി പോകുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞതും
നമ്മളുടെ ദുർഗ ഇവരെ കാണാത്ത എന്താണെന്നിങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് ഉണ്ണിയും കരുണയും കൂടി വരുന്നുണ്ട്. ഉണ്ണീനെയും കരുണേനെയും കണ്ടതും വിഗ്രഹം എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പം അത് ഞങ്ങൾ പുഴയെ കൊണ്ട് കളഞ്ഞമ്മേ, ഇനി ഒന്നും പേടിക്കാനില്ല എന്ന് പറയുന്നു. അങ്ങനെ അവർ കണ്ണനും മഹാലക്ഷ്മിയൊക്കെ ഇത് കാണുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ച് പതിയെ ഡോറൊക്കെ അടച്ച് കുറ്റിയിട്ട് തിരിഞ്ഞു വരുന്ന സമയത്ത് ഹോളിൽ ആ ടേബിളിൻ്റെ മുകളിലായിട്ട് ആ ഒരു അയ്യപ്പ വിഗ്രഹം ഇരിക്കുന്നത് കാണുന്നുണ്ട്. അത് കണ്ടതും നമ്മളുടെ കരുണയും ഉണ്ണിയും ദുർഗയും ഭയന്ന് വിറച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് കരുണ ചോദിക്കുന്നുണ്ട്, അമ്മേ നമ്മൾ കൊണ്ടുപോയി കളഞ്ഞ വിഗ്രഹമല്ലേ ഇതെങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ വന്നേന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, അതാ മോളെ എനിക്കും പിടികിട്ടാത്തത്, എന്തായാലും എനിക്ക് പേടിയായിട്ട് പാടില്ല, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ ഈ വിഗ്രഹത്തിന് ശരിക്കും ജീവനുണ്ടോയെന്ന്. അത് കേട്ടതും ഉണ്ണിക്കും കരുണയ്ക്കും നല്ല പേടിയാവുന്നുണ്ട്. അവരെല്ലാവരും ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം.